Hi students, in this video we are going to start our second module of mobile computing. Okay, second module mainly deals with SPED spectrum and its various technique used to implement SPED spectrum, then medium access control and its technique, then cellular concept, and moving on to next topic, that is satellite communication, the various technique used for satellite communication, then introduction to wireless communication and the second generation system, that is GSM. Okay, so these are the topic that we had to study in the second module. So we may start our second module with the first term, that is SPED spectrum. So you already studied what you mean by SPED spectrum with the data communication. SPED spectrum means what? We are spreading the original signal. Okay, so what is the advantage of using SPED spectrum is that it will resist the narrow band interface. സ്പെഡ് സ്പെക്ട്രം എന്തെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇറ്റ്സ് എ ടെക്നിക്ക്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ സിഗ്നൽ എന്ത് ബാൻഡ് വിഡ്ത്താണ് യൂസ് ചെയ്യുന്നത്, ആ ബാൻഡ് വിഡ്ത്തിന് എന്ത് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്? വി വിൽ സ്പ്രെഡ് ദാറ്റ് ബാൻഡ് വിഡ്ത്ത്. ഓക്കെ, അതിനാണ് സ്പെഡ് സ്പെക്ട്രം ടെക്നിക്ക് എന്ന് പറയുന്നത്. മെയിൻ അഡ്വാൻറ്റേജ് എന്താ? ഇറ്റ് വിൽ റെസിസ്റ്റ് ടു നാരോ ബാൻഡ് ഇൻ്റർഫേസ്. ഓക്കെ, സോ ബൈ യൂസിങ് എ ഫിഗർ വി മേ റെപ്രസെൻറ്റ് ദ spreading of a signal. Okay, so ഈ figure the first one represent the original narrow band signal. Okay, this is the original narrow band signal that we have to send. Okay, second picture depicts എന്താ ചെയ്യുന്നത്? The narrow band signal is converted into broadband signal. Okay, that is ഇവിടെ സ്പ്രെഡിങ് നടന്നു. ഈ ഒരു നാരോ ബാൻഡ് സിഗ്നലിനെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? ബ്രോഡ്ബാൻഡ് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്തു ബൈ മീൻസ് ഓഫ് സ്പ്രെഡിങ് ടെക്നിക്ക്. ഓക്കെ, now it is ready to send. നമുക്ക് ഈ ഒരു ബ്രോഡ്ബാൻഡ് സിഗ്നലിലായിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുന്നത്. ഇനി വൺ ഓഫ് ദ പോയിന്റ് വി ഹാവ് ടു ലുക്ക് ഹിയർ ഇസ് the energy needed to send or transmit this particular data is same. ഇപ്പം നമ്മൾ ഈ ഒരു സിഗ്നലിനെ നാരോ ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ബ്രോഡ്ബാൻഡ് ആയിട്ടാണെങ്കിലും സെൻഡ് ചെയ്യുന്നെങ്കിൽ എന്താണ്, രണ്ട് പേർക്കും സെയിം എനർജിയാണ് റിക്വയർ ചെയ്യുന്നത്. എനർജി എപ്പോഴും സെയിം തന്നെ ആയിരിക്കും. ബട്ട് പവർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മച്ച് ലോവർ ദാൻ ദാറ്റ് ഓഫ് ദി നാരോ ബാൻഡ് സിഗ്നൽ. ഓക്കെ, ഈ ഒരു ബ്രോഡ്ബാൻഡ് സിഗ്നലിൻ്റെ പവർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് ദിസ് ഒറിജിനൽ സിഗ്നൽ. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ട്രാൻസ്മിറ്റ് ദിസ് നാരോ ബ്രോഡ്ബാൻഡ് സിഗ്നൽ. ഓക്കെ, സോ വൈൽ ട്രാൻസ്മിറ്റഡ് ദിസ് ബ്രോഡ്ബാൻഡ് സിഗ്നൽ അവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഡ്യൂറിങ് ട്രാൻസ്മിഷൻ ദ നാരോ ബാൻഡ് ആൻഡ് ബ്രോഡ്ബാൻഡ് ഇൻ്റർഫേസ് ആർ ആഡഡ് ടു ദി സിഗ്നൽ. സോ ഈ ലോവർ ലെവലിൽ കിടക്കുന്നതാണ് നമ്മുടെ ഒറിജിനൽ സിഗ്നൽ. ആ സിഗ്നലിനോടൊപ്പം തന്നെ ദ ബ്രോഡ്ബാൻഡ് ഇൻ്റർഫേസ്, അതാണ് ആ തൊട്ട് മുകളിൽ കാണിച്ചിരിക്കുന്നത്. ദെൻ ഈ കാണിച്ചിരിക്കുന്നത് നാരോ ബാൻഡ് ഇൻ്റർഫേസ്. സോ ദീസ് ആർ ഓൾസോ ആഡഡ് അപ്പ് വിത്ത് ദി ഒറിജിനൽ ബ്രോഡ്ബാൻഡ് സിഗ്നൽ. ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ ഇനീഷ്യൽ നാരോ ബാൻഡ് സിഗ്നലിനെ ബൈ മീൻസ് ഓഫ് സ്പെഡ് സ്പെക്ട്രം ടെക്നിക് വി ഹാവ് കൺവേർട്ടഡ് ഇറ്റ് ഇൻ ടു ബ്രോഡ്ബാൻഡ് സിഗ്നൽ. നമ്മളതിനെ ബ്രോഡ്ബാൻഡ് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്തു. ദെൻ ദിസ് ബ്രോഡ്ബാൻഡ് സിഗ്നലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? വി ആർ ഗോയിങ് ടു ട്രാൻസ്മിറ്റ്. ബട്ട് വൈൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും? ദിസ് ഈസ് ദ ബ്രോഡ്ബാൻഡ് സിഗ്നൽ പ്ലസ് ഇറ്റ്സ് ഇൻ്റർഫേസ്, തൊട്ട് മുകളിൽ കാണിച്ചിരുന്ന ബ്രോഡ്ബാൻഡ് ഇൻ്റർഫേസ്, ദെൻ നാരോ ബാൻഡ് ഇൻ്റർഫേസ്. ഇത്രയും കാര്യങ്ങളും കൂടെ ആഡപ്പ് ചെയ്തായിരിക്കും എന്ത് ചെയ്യുന്നത്? നമ്മൾ സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, നൗ ദ റിസീവർ, അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ തന്നെ ആയിരിക്കും റിസീവർ എന്ത് ചെയ്യുന്നത്? റിസീവ് ചെയ്യുന്നത്. ഓക്കെ, നൗ എന്ത് ചെയ്യണം? ദ റിസീവർ ഹാസ് ടു ഡീസ്പ്രെഡ് ദി സിഗ്നൽ. ദാറ്റ് ഈസ് എന്ത് ചെയ്യണം? ഇറ്റ് ഹാസ് ടു കൺവേർട്ട് ദിസ് നാരോ ബാൻഡ് സിഗ്നൽ ബാക്ക് ടു the broadband signal along with interface back to narrow band signal. അല്ലേ, നമ്മുടെ ഒറിജിനൽ ഡേറ്റ എന്ന് പറയുന്നത് നാരോ ബാൻഡ് ആയിരുന്നു. ആ നാരോ ബാൻഡിനെ നമ്മൾ ബ്രോഡ്ബാൻഡായിട്ട് കൺവേർട്ട് ചെയ്തു, എന്നിട്ട് നമ്മൾ സെൻഡ് ചെയ്യുന്നു. വൈൽ സെൻഡിങ് അതിനകത്ത് എന്തൊക്കെ ആഡപ്പ് ആകും? ദ ബ്രോഡ്ബാൻഡ് സിഗ്നൽ എലോങ് വിത്ത് ബ്രോഡ്ബാൻഡ് ഇൻ്റർഫേസ് ആൻഡ് നാരോ ബാൻഡ് ഇൻ്റർഫേസ്. ഇതിനെയായിരിക്കും എന്ത് ചെയ്യുന്നത്? റിസീവർ റിസീവ് ചെയ്യുന്നത്. ദെൻ ഓൺ ദ റിസീവർ സൈഡ് വി ഹാവ് ടു പെർഫോം ഡീസ്പ്രെഡിങ്. നമുക്ക് ഡീസ്പ്രെഡിങ് പെർഫോം ചെയ്യണം. ഇനി അവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, റിസീവർ എന്ത് ചെയ്യണം? റിസീവർ ഹാസ് ടു കൺസ്ട്രക്ട് ദി ഒറിജിനൽ ഡേറ്റ. ഒറിജിനൽ ഡേറ്റയെ കൺസ്ട്രക്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ദേ വിൽ യൂസ് എ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്ത് എന്ത് ചെയ്യും? ദ റിസീവർ അപ്ലൈസ് എ ഫിൽറ്റർ, ദാറ്റ് ഈസ് എ ബാൻഡ് പാസ് ഫിൽറ്റർ, to cut the frequencies left and right of the narrow band signal. Okay, അപ്പം ഈ ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും ഈ എന്ത് നാരോ ബാൻഡ് ഫ്രീക്വൻസീസിനെ കട്ട് ചെയ്യും. ഓക്കെ, ദെൻ അതിന് ശേഷമായിരിക്കും എന്ത് ചെയ്യുന്നത്? ഒറിജിനൽ സിഗ്നലിനെ റിസീവ് ചെയ്ത് എടുക്കുന്നത്. Okay, so this is the narrowband signal that the user generated to send, and by means of spread spectrum technique we have converted it into
എന്താണ് broadband signal. Then while transmitting this broadband signal, it is added up with broadband interface and narrowband interface. Then ഈ ഒരു സിഗ്നലിനെ നമ്മൾ സെൻഡ് ചെയ്യുന്നു. The receiver will receive the same one, and here the receiver has to initially perform the despreading perform ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യണം? ഇപ്പം നമ്മൾ റിസീവർ എന്ത് ചെയ്തു? despreading perform ചെയ്തു. അതിനുശേഷം ഇറ്റ് ഹാസ് ടു യൂസ് എ ബാൻഡ് പാസ് ഫിൽറ്റർ. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ എക്സ്ട്രാ കിടക്കുന്ന ഈ ഇൻ്റർഫേസ് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കിടക്കുന്ന ഈ ഇൻ്റർഫേസിനെ കട്ട് ചെയ്തതിന് ശേഷം ഒറിജിനൽ സിഗ്നലിനെ എന്ത് റിട്രീവ് ചെയ്ത് എടുക്കാം. എന്നാലും അവിടെ എന്തുണ്ടാകും? ചെറിയൊരു ഇൻ്റർഫേസ് എന്തായാലും ഉണ്ടാവും അല്ലേ? Okay, so this figure represents the basic spectrum technique. Okay, now അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ദ ഫസ്റ്റ് ഫിഗർ, ദറ്റ് ഇസ് 1 figure shows an idealized narrow band signal from a center. Then the center now spread the signal, that is convert the narrow band signal into broadband signal. Then at step 3, during transmission, the narrow band and broadband interference are added to the signal, and in step 4 the sum of interference and user signal is received. Okay, here in step 5 the receiver will apply a band pass filter to cut off frequencies left and right of the narrow band signal. Okay, now what is the drawback of using spectrum? Now we are going to look into the drawbacks. Okay, the first drawback is increased complexity of receiver that has to despread a signal. Okay, if a signal is received, the first step എന്താണ്? It has to despread ചെയ്യുക. Then it has to apply band pass filters. കാരണം എന്തിനു വേണ്ടിയിട്ടാണ്? It has to cut out the extra interfaces that has received. Okay, so first, that is the first drawback. Second drawback means large frequency band that is needed due to spreading of the signal. Okay, നമ്മൾ ഏതൊരു സിഗ്നലിനെയും by means if you are using spectrum before sending that data, then we need a large frequency band. Okay, ഏതൊരു സിഗ്നലിനെ ബിഫോർ സെൻഡിങ് നമ്മൾ എന്ത് ചെയ്യണം? സ്പെക്ട്രം ടെക്നിക് യൂസ് ചെയ്യുകയാണെങ്കിൽ we have to spread that, means extra frequencies are required. So that is also a drawback of the spectrum. Then third one is rising the background noise level and may interfere with other transmissions if no special precautions are taken. ഇപ്പം ഇഫ് വി ആർ യൂസിങ് ഓർ നോട്ട് യൂസിങ് സ്പെക്ട്രം ടെക്നിക്, നമ്മൾ സ്പെക്ട്രം യൂസ് ചെയ്താലും ഇല്ലെങ്കിലും ദർ മേ ബി എ പോസിബിലിറ്റി ഫോർ നോയ്സ്. എന്തായാലും ഒരു നോയ്സ് ഉണ്ട്. നമ്മളൊരു സിഗ്നലിനെ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ദർ മേ ബി എ പോസിബിലിറ്റി ഫോർ നോയ്സ് വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ദെൻ ഇഫ് യു ആർ യൂസിങ് സ്പെക്ട്രം ടെക്നിക്, അങ്ങനെയാണെങ്കിൽ അവിടെ നോയ്സ് എന്ത് ചെയ്യും? നമ്മൾ നേരത്തെ കണ്ടില്ലേ, നോയ്സിനോടൊപ്പം തന്നെ ബ്രോഡ്ബാൻഡ് ഇൻ്റർഫേസ്, ദെൻ നാരോ ബാൻഡ് ഇൻ്റർഫേസ്, ഓൾ ദീസ് ആർ നോയ്സ്. അപ്പം നോയ്സ് എക്സ്ട്രാ ആഡപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഓക്കെ, സോ ദീസ് ആർ ദ ഡ്രോബാക്സ് ഓഫ് സ്പെക്ട്രം. ഫസ്റ്റ് വൺ ഇസ് ഇറ്റ് ഇൻക്രീസ് ദ കോംപ്ലക്സിറ്റി ഓഫ് റിസീവർ ദാറ്റ് ഹാസ് ടു despread a signal. Second one is large frequency band is needed due to spreading of the signal. Third one is it raises the background noise level and may interfere with other transmission if no special precautions are taken. Okay, now we may study our first spectrum technique, that is direct sequence spectrum. ഈ ഒരു ടോപ്പിക്കും നമ്മൾ കഴിഞ്ഞ വർഷം ഡേറ്റ കമ്മ്യൂണിക്കേഷനിൽ പഠിച്ചതാണ്. ഓക്കെ, സോ ദ ബേസിക് കൺസെപ്റ്റ് ബിഹൈൻഡ് ദിസ് ഡയറക്റ്റ് സീക്വൻസ് സ്പെക്ട്രം ഇസ് we are XORing the user data with a chipping sequence. ഓക്കെ, നമുക്ക് സെൻഡ് ചെയ്യേണ്ട യൂസർ ഡേറ്റാനെ നമ്മൾ എന്ത് ചെയ്യും? ഒരു ചിപ്പിംഗ് സീക്വൻസ് കൊണ്ട് XOR ചെയ്യും. ഓക്കെ, so in the direct sequence spectrum technique, it will take a user bit stream and perform an XOR with a chipping sequence. Chipping sequence means what? Chipping sequence എന്ന് പറഞ്ഞാൽ it's a small, what do you mean by chipping sequence? It consists of small pulses called chips. ചിപ്പിംഗ് സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു പൾസുകൾ സ്മോൾ പൾസിനെ നമ്മൾ ചിപ്സ് എന്ന് പറയും. ചിപ്സ് ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചിപ്പിംഗ് സീക്വൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, മെയിൻലി ഡേറ്റ കമ്മ്യൂണിക്കേഷൻ ഓർ ഇൻ വയർലെസ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന ചിപ്പിംഗ് സീക്വൻസ് എന്താണെന്ന് വെച്ചാൽ ബാർക്കേഴ്സ് കോഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ബാർക്കേഴ്സ് കോഡ് എന്ന് പറയുന്ന ഒരു 11 ബിറ്റ് സീക്വൻസിനെ ആയിരിക്കും ജനറലി നമ്മൾ ചിപ്പിംഗ് സീക്വൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദെൻ ടി ബി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഡ്യൂറേഷൻ ഓഫ് ദ യൂസർ ബിറ്റ്. ടി സി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡ്യൂറേഷൻ ഓഫ് ദ ചിപ്പിംഗ് സീക്വൻസ്. ദെൻ സ്പ്രെഡിംഗ് ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രെഡിംഗ് ഫാക്ടർ മീൻസ് വാട്ട്? ദ റിസൾട്ട് ഓഫ് ബാൻഡ് വിഡ്ത്ത് ഓഫ് ദ റിസൾട്ടിംഗ് സിഗ്നൽ ഓർ ബാൻഡ് വിഡ്ത്ത് ഓഫ് ദി സ്പെക്ട്രം
signal. എന്താണ്? It is TB into TC. Okay. So direct sequence means what? Here we will XOR the user data with the chipping sequence. Chipping sequence എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്മോൾ പൾസ് ഓർ സീക്വൻസ്, അല്ലെങ്കിൽ സ്മോൾ പൾസിന് നമ്മൾ എന്തെന്നും പറയും? ചിപ്സ് എന്നും പറയും. ഓക്കെ, മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്ന ചിപ്പിംഗ് സീക്വൻസ് എന്ന് പറയുന്നത് ബാർക്കേഴ്സ് കോഡായിരിക്കും, വിച്ച് ഈസ് ഓഫ് ലെങ്ത് 11 bits. ഓക്കെ, ദെൻ നമ്മുടെ യൂസർ ഡേറ്റയുടെ ഡ്യൂറേഷനാണ് TB, അതേ കണക്ക് നമ്മുടെ ചിപ്പിംഗ് സീക്വൻസിൻ്റെ ഡ്യൂറേഷനാണ് TC എങ്കിൽ ദെൻ ദ സ്പ്രെഡിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ബോത്ത്, ദാറ്റ് ഈസ് TB into TC. ഓക്കെ, ദിസ് ഫിഗർ റെപ്രസെൻറ്റ്സ് ദി direct sequence spread spectrum. Okay, നോക്കിക്കോളൂ. ഹിയർ ദ യൂസർ ഡേറ്റ ഈസ് 0 and 1. ഇവിടുത്തെ നമുക്ക് സെൻഡ് ചെയ്യേണ്ട ഡേറ്റ എന്ന് പറയുന്നത് 0, 1 എന്ന് പറയുന്ന ഡേറ്റയാണ് നമുക്ക് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഹിയർ വി ആർ പെർഫോമിംഗ് ഡയറക്റ്റ് സീക്വൻസ് സ്പ്രെഡ് സ്പെക്ട്രം. സോ വാട്ട് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്? വി ഹാവ് ടു എക്സോർ ദ യൂസർ ഡേറ്റ വിത്ത് ചിപ്പിംഗ് സീക്വൻസ്. ഓക്കെ, എക്സോർ ചെയ്യുക എന്ന് പറയുന്ന എന്താണ്? നമ്മുടെ യൂസർ ഡേറ്റയിൽ എത്ര ബിറ്റാണുള്ളത് ആ ഓരോ ബിറ്റിനെയും നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു എക്സോർ ഇറ്റ് വിത്ത് ദി ചിപ്പിംഗ് സീക്വൻസ്. ഇവിടെ നമ്മുടെ യൂസർ ഡേറ്റയിൽ 2 ബിറ്റുണ്ട്, 0 ഉണ്ട് 1 ഉണ്ട്. ഓക്കെ, സോ ഇനിഷ്യലി നമ്മൾ 0 നമ്മുടെ ചിപ്പിംഗ് സീക്വൻസ് കൊണ്ട് എക്സോർ ചെയ്യുക, നെക്സ്റ്റ് 1 നമ്മൾ വീണ്ടും ചിപ്പിംഗ് സീക്വൻസ് കൊണ്ട് എക്സോർ ചെയ്യുക. ഓക്കെ, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ചിപ്പിംഗ് സീക്വൻസ് എന്ന് പറയുന്നത് 0, 1, 1, 0, 1, 0, 1. ഓക്കെ, ഇതാണ് നമ്മളിവിടെ യൂസ് ചെയ്ത ചിപ്പിംഗ് സീക്വൻസ്. 1, 2, 3, 4, 5, 7 ബിറ്റ് ചിപ്പിംഗ് സീക്വൻസ് ആണ് നമ്മൾ ഈ ഒരു എക്സാമ്പിളിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. സെയിം ബിറ്റ് ചിപ്പിംഗ് സീക്വൻസ് തന്നെയാണ് നമ്മുടെ അടുത്ത സിഗ്നലും സെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്, അടുത്ത ബിറ്റും സെൻഡ് ചെയ്യാൻ വേണ്ടി. ഇനിയിപ്പോൾ വീണ്ടും ഇവിടെ 1 എന്ന് പറഞ്ഞൊരു യൂസർ ഡേറ്റ ഉണ്ടെങ്കിൽ ആ യൂസർ ഡേറ്റേനെ നമ്മൾ എന്ത് ചെയ്യണം? ഈ സെയിം ചിപ്പിംഗ് സീക്വൻസ് കൊണ്ട് എക്സോർ ചെയ്യണം. ഓക്കെ, സോ ദ യൂസർ ഹാസ് യൂസ്ഡ് എ 7-bit chipping sequence for performing the spreading. Okay, അവിടുത്തെ സീക്വൻസ് എന്ന് പറയുന്നത് 0, 1, 1, 0, 1, 0, 1. So how many bits a user data contains, each of that bit should be XORed with this chipping sequence. Okay, in order to generate the resulting signal. ഓക്കെ, നമ്മുടെ യൂസർ ഡേറ്റയിൽ എത്ര ബിറ്റാണോ ഉള്ളത് ആ ഓരോ ബിറ്റിനെയും നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു എക്സോർ ഇറ്റ് വിത്ത് യൂസിങ് ദി ചിപ്പിംഗ് സീക്വൻസ്. ഓക്കെ, സോ ഹിയർ 2 ബിറ്റാണുള്ളത്. ഫസ്റ്റ് ബിറ്റ് ഇസ് 0 ആൻഡ് സെക്കൻഡ് ബിറ്റ് ഇസ് 1. ആ ഓരോ ബിറ്റിൻ്റെ ഡ്യൂറേഷനാണ് TB. ഓക്കെ, ചിപ്പിംഗ് സീക്വൻസ് എന്ന് പറയുന്നതാണ് ഇത് ഓരോന്നാണ് TC. സോ ഇനിഷ്യലി നമ്മൾ 0നെ ചിപ്പിംഗ് സീക്വൻസ് കൊണ്ട് എന്ത് ചെയ്യുന്നു? എക്സോർ ചെയ്യുന്നു. ഇവിടെ എപ്പോഴും ഔട്ട്പുട്ട് ഡിറ്റർമിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇഫ് ദ യൂസർ ഡേറ്റ ഈസ് 0 ദെൻ റിസൾട്ടിംഗ് സിഗ്നൽ എന്താണെന്ന് വെച്ചാൽ സെയിം ആസ് ദാറ്റ് ഓഫ് ദി ചിപ്പിംഗ് സീക്വൻസ്. ഇഫ് ദ യൂസർ ഡേറ്റ ഈസ് 0 then the resulting signal എന്താണെന്ന് വെച്ചാൽ സെയിം ആസ് ദാറ്റ് ഓഫ് ദി ചിപ്പിംഗ് സീക്വൻസ്. ഇഫ് ദ യൂസർ ഡേറ്റ ഈസ് 1 then the inverse of chipping sequence will result as the resulting signal. 0 ആണെങ്കിൽ ചിപ്പിംഗ് സീക്വൻസ് എന്താണോ അത് തന്നെ ആയിരിക്കും ഔട്ട്പുട്ട്. നോക്കിക്കേ, ചിപ്പിംഗ് സീക്വൻസ് ഇവിടെ ഇപ്പോൾ ഇരിക്കുന്നത് 0, 1, 1, 0, 1, 0, 1. ആ സെയിം തന്നെയാണ് ഇവിടെയും 0, 1, 1, 0, 1, 0, 1. നെക്സ്റ്റ് നമുക്ക് സെൻഡ് ചെയ്യേണ്ട ഡേറ്റ 1. ആ 1നെ നമ്മൾ എന്ത് ചെയ്യണം? ചിപ്പിംഗ് സീക്വൻസ് കൊണ്ട് എക്സോർ ചെയ്യുമ്പോഴത്തേക്ക് സിൻസ് ദ ഇൻപുട്ട് ഈസ് 1 വി ഹാവ് ടു റിവേഴ്സ് ദി ചിപ്പിംഗ് സീക്വൻസ്. എന്തായിരിക്കും? ഇവിടെ 0 ആയിരുന്നു, അത് 1 ആയിട്ട് മാറുന്നു. നെക്സ്റ്റ് 2 1, ഇറ്റ് വിൽ ബിക്കം 0. ദെൻ അഗെയിൻ ദിസ് 0 വിൽ ബിക്കംസ് 1, ദിസ് 1 വിൽ ബിക്കം 0, ദിസ് 0 വിൽ ബിക്കംസ് 1 ആൻഡ് ദിസ് 1 ബിക്കംസ് 0. ഓക്കെ, ഇൻ ദിസ് വേ വിൽ ജനറേറ്റ് എ ഡയറക്റ്റ് സീക്വൻസ് spreading. Okay, so here we have to XOR the user data with the chipping sequence. In this example we have used a 7-bit number as the chipping sequence. Now we have to take each bit of the user data and perform the XOR operation. And how the output is determined? If the user data is 0 then the output will be same as that of the chipping sequence. If the user data is 1 then the output will be inverse of that of the chipping sequence. Okay, so that's all about the direct sequence spread spectrum technique. Now the operation എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്നാണ്. Now how does the this we have to transmit that particular signal. നമ്മൾ എങ്ങനെയാണ് അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദ യൂസർ ഡേറ്റ.
This is the data generated by the user. Then here comes the chipping sequence. We'll perform the XOR operation. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി? സ്പ്രെഡ് സ്പെക്ട്രം സിഗ്നൽ കിട്ടി. Then we have to modulate it. നമ്മളൊരു carrier generator വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? We have to modulate that signal and then we will perform the transmission. Okay? Initially the user data, this user data is XORed with the chipping sequence and the spread spectrum signal is generated. Now we have to, before transmission we have to perform modulations. എന്തിനു വേണ്ടിയിട്ടാണ്? സിഗ്നൽ ലോസ് വരാതിരിക്കാൻ വേണ്ടി we will perform modulation. മോഡുലേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? We will generate a radio carrier signal വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? മോഡുലേറ്റ് ചെയ്യുന്നത്. Now we will transmit that particular data. Okay, so these are the steps included in transmission side. The first step in direct spread spectrum transmitter is spreading of the user data with the chipping sequence. Okay, first step എന്താണ്? നമ്മൾ user data എന്ത് ചെയ്യുക? സ്പ്രെഡ് ചെയ്യുക. എന്ത് വെച്ചിട്ട്? ചിപ്പിംഗ് സീക്വൻസ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? സ്പ്രെഡിംഗ് സിഗ്നൽ കിട്ടി. ദിസ് സ്പ്രെഡിംഗ് സിഗ്നൽ ഇസ് ദെൻ മോഡുലേറ്റഡ് വിത്ത് എ റേഡിയോ കാരിയർ. നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു മോഡുലേറ്റ് ഇറ്റ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ട്രാൻസ്മിറ്റ് ദാറ്റ് പെർട്ടിക്കുലർ ഡേറ്റ. ഫോർ എക്സാമ്പിൾ, ഇഫ് യൂസർ സിഗ്നൽ ഇസ് 1 MHz, നമ്മുടെ യൂസർ ജനറേറ്റ് ചെയ്തതാണ്ട് ഈ ഒരു യൂസർ ഡേറ്റ എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഇസ് 1 MHz, then after spreading this with Barker code 11 bit, ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്യുക നമ്മുടെ യൂസർ ഡേറ്റ എന്ന് പറയുന്നത് 1 MHz ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ചിപ്പിംഗ് സീക്വൻസ് എന്ന് പറയുന്നത് ബാർക്കർ കോഡാണ് കൺസിഡർ ചെയ്യുക. ഞാൻ ഓൾറെഡി പറഞ്ഞു ബാർക്കർ കോഡിൻ്റെ നമ്പർ ഓഫ് ബിറ്റ്സ് എന്ന് പറയുന്നത് 11 ബിറ്റ്സ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റിസൾട്ടിംഗ് എന്ന് പറയുന്നത് എന്തായിരിക്കും? റിസൾട്ടിംഗ് സിഗ്നൽ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? ബാൻഡ് വിഡ്ത്ത് എന്തായിരിക്കും? The result is a signal with 11 MHz bandwidth. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് this into this, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതായിരിക്കും നമ്മുടെ റിസൾട്ടൻ്റ് സിഗ്നലിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു 11 MHz എന്ന് പറയുന്ന അതാണ് തന്നെ ഇവിടെ കിട്ടിയത്. ഈ ഒരു സിഗ്നലാണ് 11 MHz. Now we have to എന്താണ്? We have to modulate it. Okay, the carrier then shift this signal to a carrier frequency that is 2.4 GHz in the ISM band. എന്നിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? We will send it. Okay, now so നമ്മൾ ആദ്യമേ എന്താണ് നമ്മുടെ സ്പ്രെഡ് സിഗ്നൽ ജനറേറ്റ് ചെയ്തു, മോഡുലേറ്റ് ചെയ്തു, ട്രാൻസ്മിറ്റ് ചെയ്തു. Then what are the operations we had to perform in the receiver side? അതാണ് ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. That is direct sequence spread spectrum receiver. So here നമ്മൾ ഫസ്റ്റ് സിഗ്നൽ റിസീവ് ചെയ്ത ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് എന്താണ്? ഡിമോഡുലേഷൻ. നമ്മുടെ ട്രാൻസ്മിറ്റിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോഡുലേഷൻ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ റിസീവറിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിമോഡുലേഷൻ ആയിരിക്കും. ഓക്കെ, സെയിം കാരിയർ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? ഡിമോഡുലേറ്റ് ചെയ്യും. ഡിമോഡുലേറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? അടുത്ത നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് ഇനി എന്താണ്? നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത് എക്സോർ ഓപ്പറേഷൻ ആയിരുന്നു. ഓക്കെ, സോ ഡിമോഡുലേറ്റ് ചെയ്ത് കിട്ടിയ സിഗ്നലിൽ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുക? ചിപ്പിംഗ് സീക്വൻസ് കൊടുക്കുക. ഇനി ചിപ്പിംഗ് സീക്വൻസ് കൊടുത്തതിന് ശേഷം ഇനി ആ ചിപ്പിംഗ് സീക്വൻസ് കിട്ടിയല്ലോ, ചിപ്പിംഗ് സീക്വൻസ് കൊണ്ട് എക്സോർ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ബിറ്റ്സ് കിട്ടും. ആ ബിറ്റ്സിൻ്റെ പ്രോഡക്റ്റ് കണ്ടിട്ട് ആ പ്രോഡക്റ്റിൻ്റെ സം കാണുക. ദെൻ ആ ഒരു എൻ്റെ പ്രോസസ്സിനെ നമ്മൾ കോറിലേറ്റർ അല്ലെങ്കിൽ കോറിലേഷൻ എന്നായിരിക്കും പറയുന്നത്. ആ ഒരു ഔട്ട്പുട്ടിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ ഡിസിഷൻ മേക്ക് ചെയ്യുന്നത് വെദർ ദ ഔട്ട്പുട്ട് ഇസ് എ 0 or a 1. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഡിമോഡുലേഷൻ പെർഫോം ചെയ്യുക. ഡിമോഡുലേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചിപ്പിംഗ് സീക്വൻസ് കൊണ്ട് എക്സോർ ചെയ്യുക. ആ കിട്ടുന്ന ഒരു കളക്ഷൻ ഓഫ് ബിറ്റ് കാണും. ആ ബിറ്റ്സിൻ്റെ പ്രോഡക്റ്റ് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇൻറ്റഗ്രേറ്ററിലോട്ട്. ഇൻറ്റഗ്രേറ്റർ എന്താ ചെയ്യുന്നത്? ഇറ്റ് വിൽ ഇൻറ്റഗ്രേറ്റ് എന്ന് വെച്ചാൽ ഈ പ്രോഡക്റ്റ് കിട്ടിയ ടേംസിൻ്റെ സം കാണും. സം കണ്ടിട്ട് what is the output from this integrator? Based upon that it will decide whether the user data is 0 or 1. Okay, so DSS receiver എന്ന് പറയുന്നത് it is much more complex than transmitter. From the diagram itself we can understand that. Transmitter diagram is very simple, but the diagram of the receiver is much complicated than that of the transmitter. Okay, now the receiver has to perform the inverse operation of the transmitter. The first step in the receiver involves demodulating the received signal. Now the receiver has to know the chipping sequence. ഇതാണ് ഈ പറയുന്നത്. ഫസ്റ്റ് ഡിമോഡുലേറ്റ് ചെയ്യുക, ദെൻ റിസീവർ എന്തറിയണം? ചിപ്പിംഗ് സീക്വൻസ് അറിയണം. ആഫ്റ്റർ എക്സോർ ഓപ്പറേഷൻ ആൻഡ് ഇൻറ്റഗ്രേറ്റർ ആഡ് ഓൾ ദീസ് പ്രോഡക്ട്സ്. അപ്പോൾ എക്സോർ ഓപ്പറേഷന് ശേഷം ഇൻറ്റഗ്രേറ്റ് എന്ത് ചെയ്യും? ആ കിട്ടിയ പ്രോഡക്റ്റ് എല്ലാം കൂടെ ആഡപ്പ് ചെയ്യും. ദെൻ
ആ ഒരു കംപ്ലീറ്റ് പ്രോസസ്സിനെയാണ് എബോവ് സ്റ്റെപ്പ് ഇസ് ടേംഡ് ആസ് കോറിലേഷൻ. ഈ ഒരു കംപ്ലീറ്റ് പ്രോസസ്സിനെയാണ് നമ്മൾ കോറിലേഷൻ എന്ന് പറയുന്നത്. അതിന് യൂസ് ചെയ്യുന്ന കമ്പോണൻ്റ് ആണ് കോറിലേറ്റർ. ഓക്കെ. ഫൈനലി ഇൻ each bit period a decision samples the sum generated by integrator and decide if the sum represent a binary 1 or binary 0. The next technique we are going to discuss is frequency hopping spread spectrum. Okay. ഫ്രീക്വൻസി ഹോപ്പിംഗ് സ്പ്രെഡ് സ്പെക്ട്രത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി ഒരു അവൈലബിൾ ബാൻഡ് വിഡ്ത്ത് കാണും. ആ അവൈലബിൾ ബാൻഡ് വിഡ്ത്തിനെ നമ്മൾ എന്ത് ചെയ്യും, പല ചാനൽസായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ പല ചാനൽസിലൂടെ ആയിരിക്കും നമ്മൾ കംപ്ലീറ്റ് കമ്മ്യൂണിക്കേഷൻ പെർഫോം ചെയ്യുന്നത്. ഇതും എന്തിനു വേണ്ടിയിട്ടാണ്, ഇൻ്റർഫേസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. സോ in the case of frequency hopping spread spectrum system, the total available bandwidth is split into many channels or smaller bandwidth plus guard space between the channels. Okay. അപ്പോൾ കംപ്ലീറ്റ് ബാൻഡ്വിഡ്ത്തിനെ നമ്മൾ സ്മോൾ ചാനൽസ് ആയിട്ട് മാത്രമല്ല ഡിവൈഡ് ചെയ്യുന്നത്. ഇൻ ബിറ്റ്വീൻ ചാനൽസ് നമ്മൾ എന്ത് ചെയ്യും, വി വിൽ പ്രൊവൈഡ് സം സ്പേസ് കോൾഡ് ഗാർഡ് സ്പേസ്. ഗാർഡ് സ്പേസ് ആക്ച്വലി നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഈ ബിറ്റ്വീൻ ചാനൽസ് ഇൻ്റർഫറൻസ് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഗാർഡ് സ്പേസ് യൂസ് ചെയ്യുന്നത്. ഇൻ്റർഫറൻസ് വന്നാൽ വാട്ട് ഇസ് എ പ്രോബ്ലം, ഇൻഫർമേഷൻ ലോസ് വിൽ ടേക്സ് പ്ലേസ്. യൂസർ സെൻഡ് ചെയ്ത ഡേറ്റ തന്നെ ആയിരിക്കില്ല റിസീവ് ചെയ്യുന്നത്. ഓക്കെ. സോ here the transmitter and receiver stay on one of these channels for a certain time and then hop to another. അപ്പോൾ നമുക്കുള്ള ഒരു ബാൻഡ് വിഡ്ത്തിനെ നമ്മൾ പല ബാൻഡ് വിഡ്ത്തായിട്ട് ഡിവൈഡ് ചെയ്തു. ദെൻ the sender and receiver should stay in any one of this channel and it can hop after some times. ഈ തന്നിരിക്കുന്ന ഫ്രീക്വൻസി ബാൻഡിലെ ഏതെങ്കിലും ചാനലിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്ത് നിൽക്കാൻ പറ്റും. ഈ ഫ്രീക്വൻസി ഹോപ്പിംഗ് സ്പ്രെഡ് സ്പെക്ട്രം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ് യൂസ് ചെയ്യും. സിമിലർലി ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ് യൂസ് ചെയ്യും. ഇത് രണ്ടും യൂസ് ചെയ്യാനുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, വി വിൽ ഡിവൈഡ് ഓർ വി വിൽ സ്പ്ലിറ്റ് ദ എൻറ്റയർ ഫ്രീക്വൻസീസ് ഇൻ ടു സബ് ഫ്രീക്വൻസീസ് ഓർ സബ് ചാനൽസ് അല്ലേ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ് യൂസ് ചെയ്യുന്നത്. ദെൻ വാട്ട് ഈസ് ദ യൂസ് ഓഫ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്? എന്താണ് നമ്മളിവിടെ TDM യൂസ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ടൈം വരെ മാത്രമേ ഒരു ചാനലിൽ നിൽക്കുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, നമ്മൾ ചാനൽ ചേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഫ്രീക്വൻസി മാറിക്കൊണ്ടേയിരിക്കും. അപ്പം ആ ടൈം സ്ലോട്ട് കറക്റ്റ് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് TDM നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ദെൻ ദി പാറ്റേൺ ഓഫ് ചാനൽ യൂസേജ് ഇസ് കോൾഡ് ഹോപ്പിംഗ് സീക്വൻസ്. നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ചാനൽസിനെ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു സീക്വൻസാണ് ഹോപ്പിംഗ് സീക്വൻസ് എന്ന് പറയുന്നത്. ദെൻ എത്ര നേരം നമ്മളൊരു ചാനൽ അല്ലെങ്കിൽ ഒരു ഫ്രീക്വൻസി തന്നെ യൂസ് ചെയ്യുന്നു അതിനെയാണ് നമ്മൾ ഡ്വൽ ടൈം എന്ന് പറയുന്നത്. The time spent on a channel with certain frequency is called dwell time. നമുക്ക് നേരെ ഡയഗ്രത്തിലോട്ട് പോകാം. ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് ഒന്നും കൂടെ ആ ഒരു സെൻറ്റൻസ് റീഡ് ചെയ്യുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് എ ക്ലിയർ ഐഡിയ. ഓക്കെ. സോ ഇവിടെ this is the data which I had to send. This is the user data which I had to send. It is 0 1 0 1 1. 0 is representing a low line and 1 is representing a high. 0 നമ്മൾ low എന്ന് represent ചെയ്യുന്നു, 1 high എന്ന് പറഞ്ഞ് represent ചെയ്യുന്നു. Okay. So before sending this data I had to perform frequency hopping spread spectrum. ഇനി ഈ ഹോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണെന്ന് പറഞ്ഞു, ഹോപ്പിംഗ് മീൻസ് ആ ഒരു പാറ്റേൺ, അതിനാണ് ഹോപ്പിംഗ് എന്ന് പറയുന്നത്. 2 types of hopping can take place, either slow hopping or fast hopping. സ്ലോ ഇനി ദാണ്ട് ഈ ടൈം നോക്കൂ, ദിസ് ഇസ് ദ ടൈം ഫോർ 0 സെൻഡ് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് ഇത്. നെക്സ്റ്റ് 1 എന്ന് പറയാൻ സെൻഡ് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് ഇത് 0യുടെ ടൈം, 1 ടൈം, ദെൻ നെക്സ്റ്റ് 1ൻ്റെ ടൈം. സ്ലോ ഹോപ്പിംഗ് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി, ഇപ്പം ഇവിടെ നോക്കിക്കേ, എനിക്ക് എഫ് എന്ന് പറഞ്ഞൊരു ഫ്രീക്വൻസി ഉണ്ടായിരുന്നു. ഐ ഹാഡ് ഡിവൈഡഡ് ദിസ് ഫ്രീക്വൻസീസ് ഇൻറ്റു F1 F2 F3. ഓക്കെ. ഇനിഷ്യലി എനിക്ക് എഫ് എന്ന് പറഞ്ഞൊരു ലാർജർ ബാൻഡ് വിഡ്ത്ത് ഉണ്ടായിരുന്നു. ഞാൻ അതിനെ പല ചാനൽസ് അല്ലെങ്കിൽ പല ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് ആയിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്തു, F1 F2 ആൻഡ് F3. ഈ F1 F2 F3 വരെയാണ് നമ്മൾ ചാനൽസ് എന്നും പറയുന്നത്. ഓക്കെ. സോ സ്ലോ ഹോപ്പിംഗ് എന്താണെന്ന് വെച്ചാൽ കുറേ ബിറ്റ്സുകൾ സെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു സെയിം ഫ്രീക്വൻസി തന്നെ യൂസ് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മൾ ഹോപ്പ് ചെയ്യുന്നില്ല, മറ്റൊന്നത്തിലോട് ചാടുന്നില്ല. അതിനെയാണ് സ്ലോ ഹോപ്പിംഗ് എന്ന് പറയുന്നത്.
ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഇവിടെ 0 സെൻഡ് ചെയ്യണം, ദെൻ വി ഹാവ് ടു സെൻഡ് 1, ദെൻ 0, ദെൻ 1 ആൻഡ് 1. ഇനിഷ്യലി നമ്മൾ 0 സെൻഡ് ചെയ്യുന്നത് F2 ചാനൽ അല്ലെങ്കിൽ F2 എന്ന് പറഞ്ഞ ഫ്രീക്വൻസി യൂസ് ചെയ്താണ് ഞാൻ സെൻഡ് ചെയ്യുന്നത്. 0 സെൻഡ് ചെയ്തതിന് ശേഷം ഐ ഹാവ് ടു സെൻഡ് 1. ഈ 1 സെൻഡ് ചെയ്യുന്നതും എന്ത് തന്നെയാണ്, ഞാൻ F2 കൊണ്ട് തന്നെയാണ് സെൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് അടുത്ത 0 സെൻഡ് ചെയ്യുന്നത് ഞാൻ F2 ഫ്രീക്വൻസി അല്ലെങ്കിൽ F2ൻ്റെ ചാനൽ വെച്ച് തന്നെയാണ് സെൻഡ് ചെയ്യുന്നത്. ആദ്യത്തെ 3 ബിറ്റ് സെൻഡ് ചെയ്യാനും ഞാൻ ഏത് ചാനൽ തന്നെയാണ് യൂസ് ചെയ്തത്, F2. അതെ, ഇത് ഇങ്ങനെ താഴോട്ട് കാണിച്ചിട്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി ഒന്ന് താഴോട്ട് മുകളിലോട്ടും കാണിച്ചിരിക്കുന്നുള്ളൂ കേട്ടോ, അല്ലാതെ F2 തന്നെയാണ് ഇവർ യൂസ് ചെയ്യുന്നത്. ഇനിഷ്യലി 0 ഈസ് സെൻഡിങ് യൂസിങ് F2, ദെൻ ദ നെക്സ്റ്റ് ഡാറ്റ 1 ഈസ് ഓൾസോ സെൻഡ് യൂസിങ് F2, നെക്സ്റ്റ് ഡാറ്റ ഈസ് ഓൾസോ സെൻഡ് യൂസിങ് F2. അതിനുശേഷം വന്ന ഒരു ഡാറ്റ ഞാൻ F3 വഴി സെൻഡ് ചെയ്യുന്നു, അടുത്ത വണ്ണും F3 വഴി സെൻഡ് ചെയ്യുന്നു. അപ്പം മോർ ദാൻ 1 ബിറ്റ്സ് സെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ സെയിം ഫ്രീക്വൻസി എന്ന് വെച്ചാൽ അവിടെ ഹോപ്പിംഗ് കുറവാണ്, ചാടുന്നില്ല, ഹോപ്പ് ചെയ്യുന്നില്ല. ഇവിടെ 0യും ആദ്യത്തെ 3 ബിറ്റ് സെൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്രീക്വൻസി ഹോപ്പ് ചെയ്തുള്ളൂ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു എന്താണ് ഹോപ്പിംഗ് സീക്വൻസ് എന്ന് പറയുന്നത്. വെച്ചാൽ ആദ്യത്തെ 3 ബിറ്റും നമ്മൾ F2, ദെൻ ഉള്ള 2 ബിറ്റ് നമ്മൾ F1. ദിസ് ഇസ് ദ ഹോപ്പിംഗ് സീക്വൻസ് ഹിയർ. ഇവിടെ ഹോപ്പിംഗ് എന്ന് പറയുന്നത് എന്താണ്, വളരെ സ്ലോ ആയിട്ട് മാത്രമേ ഇവിടെ ഹോപ്പിംഗ് നടക്കുള്ളൂ. ഓക്കെ, സ്ലോ ഹോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ട്രാൻസ്മിറ്റർ യൂസ് 1 ഫ്രീക്വൻസി ഫോർ സെവറൽ ബിറ്റ് പീരീഡ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഈ 3 ബിറ്റിൻ്റെ പീരീഡിലും നമ്മൾ സെയിം ഫ്രീക്വൻസി തന്നെ യൂസ് ചെയ്യുന്നു, അതാണ് സ്ലോ ഹോപ്പിംഗ്. പെർഫോമിംഗ് സ്ലോ ഹോപ്പിംഗ് ദ ട്രാൻസ്മിറ്റർ യൂസ് ദ സെയിം ഫ്രീക്വൻസി F2 മിസ്റ്റേക്കാണ് ഫോർ ട്രാൻസ്മിറ്റിംഗ് ദി ഫസ്റ്റ് 3 ബിറ്റ് ഡ്യൂറിങ് ദ ഡ്യുവൽ ടൈം TD. ഡ്യുവൽ ടൈം മീൻസ് വാട്ട്? ഡ്യുവൽ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, ദ ടൈം സ്പെൻഡ് ഓൺ എ ചാനൽ വിത്ത് സർട്ടൺ ഫ്രീക്വൻസി ഇസ് കോൾഡ് ഡ്യുവൽ ടൈം. സോ ഇപ്പോൾ ഇവിടുത്തെ ഡ്യുവൽ ടൈം എന്ന് പറഞ്ഞാൽ എന്താ, ദ ടൈം സ്പെൻഡ് ഓൺ എ ചാനൽ വിത്ത് സർട്ടൺ ഫ്രീക്വൻസി. സോ ഇവിടെ F2 നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ആ ആദ്യത്തെ ബിറ്റ് പീരീഡ്, രണ്ടാമത്തെ ബിറ്റ് പീരീഡ്, മൂന്നാമത്തെ ബിറ്റ് പീരീഡ് വരെ നമ്മൾ എന്ത് F2ൽ തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. സോ ദിസ് ഇസ് ദ ഡ്യുവൽ ടൈം ഹിയർ. ഇവിടുത്തെ ഡ്യുവൽ ടൈം, ചാനൽ 2ൻ്റെ ഡ്യുവൽ ടൈം എന്ന് പറയുന്നത് ഇതാണ്, ഈ ഒരു സ്പേസ്. ഓക്കെ, ദെൻ സ്ലോ ഹോപ്പിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് മച്ച് ചീപ്പർ ആൻഡ് നോട്ട് ഇമ്മ്യൂൺ ടു നാരോ ബാൻഡ് ഇൻ്റർഫേസ്. അപ്പം നമ്മൾ സ്ലോ ഹോപ്പിംഗ് ആണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ അത് ചീപ്പറാണ്, ബട്ട് നാരോ ബാൻഡ് ഇൻ്റർഫേസ് ഒക്കെ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് നമ്മുടെ 2 ജനറേഷനായ സെക്കൻഡ് ജനറേഷനായ GSM-ലാണ്. ഓക്കെ, ദിസ് ഇസ് സ്ലോ ഹോപ്പിംഗ്. നൗ നമുക്ക് അനദർ ടെക്നിക്ക് ഉണ്ട്, ഫാസ്റ്റ് ഹോപ്പിംഗ്. ഇൻ ദ കേസ് ഓഫ് ഫാസ്റ്റ് ഹോപ്പിംഗ് ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ നോക്കി ദിസ് ഇസ് ദ ഫസ്റ്റ് ബിറ്റ് പീരീഡ് ആൻഡ് ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഫസ്റ്റ് ബിറ്റ് സെൻഡ് ഈ 0 എന്ന് പറയുന്ന ബിറ്റിനെ സെൻഡ് ചെയ്യാൻ വേണ്ടി തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, സെവറൽ ഫ്രീക്വൻസീസ് യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് 0യുടെ ബിറ്റ് പീരീഡാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് ആദ്യമേ നമ്മൾ ഇനിഷ്യലി വി സ്റ്റാർട്ട് സെൻഡിങ് ത്രൂ F1. നോക്കൂ, ഈ F1 വഴി നമ്മൾ സെൻഡ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേ വി ഹോപ്പ് ടു F3, നമ്മൾ F3 സിഗ്നൽ യൂസ് ചെയ്തു. അതിനുശേഷം വി ഹോപ്പ് ടു F2, നമ്മൾ F2 വെച്ചിട്ടാണ്. അപ്പം ഈ ഒരു 0 എന്ന് പറയുന്ന ഒരു ബിറ്റ് സെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏതൊക്കെ ഫ്രീക്വൻസീസ് യൂസ് ചെയ്തു, ഇനിഷ്യലി വി യൂസ് F1, ദെൻ F3, ദെൻ F2. ഓക്കെ, അതേ കണക്ക് 1 എന്ന് പറയുന്ന ഡേറ്റ നമ്മൾ സെൻഡ് ചെയ്യാൻ തുടങ്ങിയത് എവിടെ നിന്നാണ്, ഇനിഷ്യലി വി യൂസ്ഡ് F3, ദെൻ വി യൂസ്ഡ് F1, ദെൻ വി യൂസ്ഡ് F2. ഓക്കെ, അപ്പോൾ ഒരു സിംഗിൾ ബിറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മോർ ദാൻ 1 ഫ്രീക്വൻസീസ് യൂസ് ചെയ്യണം. ഇറ്റ് ഈസ് ഫാസ്റ്റ് ഹോപ്പിംഗ് എന്ന് വെച്ചാൽ ഇവിടെ പെട്ടെന്നാണ് ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുന്നതാണ് ഫാസ്റ്റ് ഹോപ്പിംഗ് എന്ന് പറയുന്നത്. ഫാസ്റ്റ്ലി നമ്മൾ എന്ത് ചെയ്യുന്നു, ഹോപ്പ് ചെയ്യുന്നു, മീൻസ് വി ആർ ജമ്പിങ് ടു അനദർ ഫ്രീക്വൻസീസ്. ഓക്കെ, so fast hopping, the transmitter changes the frequency several times during the transmission of a single bit. In the above figure, the transmitter hops 3 times during a bit period. അല്ലേ, ഒരു ബിറ്റാണ് ഒരു ബിറ്റ് പീരീഡ്. ഈ ഒരു ബിറ്റ് പീരീഡിൽ തന്നെ 3 times ആണ് എന്ത് ചെയ്യുന്നത്, ഫ്രീക്വൻസിനെ ഹോപ്പ് ചെയ്യുന്നത്. ഫാസ്റ്റ് ഹോപ്പിംഗ് ഈസ് മോർ കോംപ്ലെക്സ്. ദി സിസ്റ്റം ഈസ് ബെറ്റർ ഇൻ ഓവർകമ്മിങ് നാരോ ബാൻഡ് ഇൻ്റർഫേസ്. ഓക്കെ, അപ്പോൾ നാരോ ബാൻഡ് ഇൻ്റർഫേസ് ഓവർകം ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, ദിസ് ഫാസ്റ്റ് ഹോപ്പിംഗ് ആയിരിക്കും ബെറ്റർ. ഓക്കെ, but it is more complex. Now we will discuss the transmission and reception of frequency hopping spectrum signal. So this is the user data, and we modulate it and generate a narrow band signal. Again we modulate it. During that modulation നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഹോപ്പിംഗ് സീക്വൻസ് കൊടുക്കും. ഹോപ്പിംഗ് സീക്വൻസ് കൊടുത്തിട്ടായിരിക്കും അവിടെ മോഡുലേഷൻ പെർഫോം. ബേസ്ഡ് ഓൺ ദിസ് ഹോപ്പിംഗ് സീക്വൻസ് എന്ത് ചെയ്യും, ഇവിടെ കംപ്ലീറ്റ് മോഡുലേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ സ്പ്രെഡിങ് നടക്കും, ഫ്രീക്വൻസി ഹോപ്പിംഗ് സ്പെക്ട്രം നടക്കും. ദെൻ വി വിൽ എന്ത് ചെയ്യും, വി വിൽ സെൻഡ് ദാറ്റ് പെർട്ടിക്കുലർ സ്പ്രെഡ് സിഗ്നൽ.
ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റ് മോഡുലേഷൻ ഓഫ് ദ യൂസർ ഡേറ്റനെ മോഡുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? വിൽ ഗെറ്റ് എ നാരോ ബാൻഡ് സിഗ്നൽ. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യും? ഫ്രീക്വൻസി ഹോപ്പിംഗ് ഇസ് പെർഫോംഡ് ബേസ്ഡ് ഓൺ ദി ഹോപ്പിംഗ് സീക്വൻസ്. അടുത്തത് ഫ്രീക്വൻസി ഹോപ്പിംഗ് ആണ് ഇവിടെ ചെയ്യുന്നത് എന്തിൻ്റെ ബേസിസിലാണ്? ഹോപ്പിംഗ് സീക്വൻസ്. നമ്മളൊരു ഹോപ്പിംഗ് സീക്വൻസ് ഫ്രീക്വൻസി സിന്തസൈസറിൽ കൊടുക്കും. അത് വെച്ചും കൊണ്ട് എന്ത് ജനറേറ്റ് ചെയ്യും? നമ്മുടെ ഫ്രീക്വൻസി ഹോപ്പിംഗ് നടക്കും. ദ ഹോപ്പിംഗ് സീക്വൻസ് ഇസ് ഫെഡ് ഇൻ ടു ദ ഫ്രീക്വൻസി സിന്തസൈസർ ജനറേറ്റിംഗ് ദ കരിയർ സിഗ്നൽ. ഈ ഫ്രീക്വൻസി സിന്തസൈസറിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? ഇവിടെ ആക്ച്വലി ഒരു കരിയറാണ് ജനറേറ്റ് ചെയ്യുന്നത്. ആ കരിയറിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ദി ഹോപ്പിംഗ് സീക്വൻസ് ആയിരിക്കും ഇരിക്കുന്നത്. അപ്പം ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു സിഗ്നലിനെ മോഡുലേറ്റ് ചെയ്ത് സെൻഡ് ചെയ്യുന്നത്. ദ സെക്കൻഡ് മോഡുലേഷൻ യൂസസ് ദ മോഡുലേറ്റഡ് നാരോ ബാൻഡ് സിഗ്നൽ. This is the second modulation. This modulation uses the narrow band data signal and this carrier signal to generate a new spread signal with the frequency fi plus f0. ഇതാണ് fi എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് f0 for a 0 and fi plus f1 for a 1. Next is the receiving side. Receiving side നേരത്തെ പോലെ തന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ജസ്റ്റ് പെർഫോം ദ റിവേഴ്സ് ഓപ്പറേഷൻ ഓഫ് frequency hopping spread spectrum transmitter. The receiver of a frequency hopping spread spectrum has to know the hopping sequence and must be synchronized. It performs the reverse operation of the modulation to reconstruct the user data. നേരത്തെ just opposite തന്നെ പെർഫോം ചെയ്യാം. Okay, so that's all. Thank you for now.